വണ്ടിപ്പെരിയാറിലെ ആ പെൺകുട്ടിയുടെ മരണമായിരുന്നു. 6 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ആ കുഞ്ഞു മകളുടെ മരണമായിരുന്നു. 76 പേജുള്ള വിധിന്യായം ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഞാൻ വായിച്ചു നോക്കി. അതിന്റെ അവസാനം 7 പോയിന്റ് ഇട്ടിട്ട് ജഡ്ജി വി മഞ്ജു അവർ എഴുതി വെച്ചിട്ടുണ്ട് കേരള പോലീസ് എത്ര അനാസ്ഥയോടുകൂടിയാണ് ആ കേസിനെ നേരിട്ടിരിക്കുന്നത്, ആ കേസിനെ സമീപിച്ചിരിക്കുന്ന കാര്യം. 30-ാം തീയതി നടന്ന മരണത്തിന് 3-ാം തീയതി മാത്രമാണ് അവർ അവിടെ നിന്ന് എവിഡൻസ് കളക്ട് ചെയ്യാൻ പോലും തയ്യാറായിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ഏറ്റവും തികഞ്ഞ പരാജയമല്ലേ ജഡ്ജിക്ക് ബോധ്യമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം വെച്ചാൽ ഈ പർട്ടിക്കുലർ വ്യക്തിയാണ്, ഈ പറയുന്ന ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനായിരുന്ന അർജുൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ക്രൈം ചെയ്തിരിക്കുന്നത്. പക്ഷെ നിയമത്തിനെ ബോധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമായിരുന്നു? അത് എവിഡൻസ് പലപ്പോഴും അവിടെ നിന്ന് പ്രോപ്പർ ടൈമിൽ കളക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എവിഡൻസ് ഇല്ല എന്നുള്ളതല്ല, ഇതൊക്കെ ടാമ്പർ ചെയ്യപ്പെട്ടേക്കാമെന്നുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ആര് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു? പോലീസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. മഹസർ റിപ്പോർട്ട് പോലും വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശരിക്കും ചർച്ച ചെയ്യേണ്ടിയിരുന്ന ഒരു വിഷയം പോലും ചർച്ചയാകാതെ ഇരിക്കുകയും പകരം ചുമ്മാ എന്തിന്റെയൊക്കെയോ പേരും പറഞ്ഞ് ഈ കാണിച്ചു കൂട്ടുന്ന സമര നാടകങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.